റെക്കോർഡ് നമുക്ക് തുടങ്ങാം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ലിങ്കേഴ്സ് ആണ്. ലിങ്കേഴ്സ്, ഈ ലിങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് കണക്ടേഴ്സ് എന്ന് പറയുന്ന വിഭാഗവും. രണ്ടും ഒന്ന് തന്നെയാണ്. ലിങ്കേഴ്സ് തന്നെയാണ് കണക്ടേഴ്സ്. അപ്പോൾ ഈ ടോപ്പിക് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലിങ്കേഴ്സ് ആർ ഓൾസോ കോൾഡ് ട്രാൻസിഷൻസ് ഓർ ഡിസ്കോഴ്സ് മാർക്കേഴ്സ്. ഈ ലിങ്കേഴ്സിനെയാണ് നമ്മൾ ട്രാൻസിഷൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഗ്രാമറിൽ, അല്ലെങ്കിൽ ഡിസ്കോഴ്സ് മാർക്കേഴ്സ് എന്ന് പറയാറുണ്ട്. ദേ ഹെൽപ്പ് us എസ്റ്റാബ്ലിഷ് അവർ ഐഡിയാസ് എക്സ്പ്ലിസിറ്റ്ലി. നമ്മൾ പറയുന്ന ആശയങ്ങളെ കുറച്ചുകൂടി വ്യക്തമാക്കി മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള വാക്കുകളാണ് ലിങ്കേഴ്സ്. ലിങ്കേഴ്സ് മേക്ക് ഇറ്റ് ഈസി ഫോർ us ടു കമ്പയർ, കൺട്രാസ്റ്റ്, ഇല്ലുസ്ട്രേറ്റ്. അതായത് കമ്പാരിസൺ നടത്താൻ, എന്തെങ്കിലും കൺട്രാസ്റ്റ്, തീവ്രത പറയാൻ വേണ്ടിയിട്ട്, അതിനെ വിവരിക്കാൻ വേണ്ടി, വിശദീകരിക്കാൻ വേണ്ടി, സമ്മറൈസ് ചെയ്യാൻ വേണ്ടി ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ലിങ്കേഴ്സ് ഉപയോഗിക്കാറുള്ളത്. ഇതൊന്നും പഠിക്കണ്ട, ജസ്റ്റ് മനസ്സിലാക്കാൻ പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് ലിങ്കേഴ്സ് ഞാൻ ഈ പറഞ്ഞതുപോലെ കമ്പയർ ചെയ്യാനുണ്ട്, കൺട്രാസ്റ്റിനുണ്ട്, ഇല്ലുസ്ട്രേറ്റ് ചെയ്യാനുണ്ട്, ഡിഫൈൻ ചെയ്യാനുണ്ട്, സമ്മറൈസ് ചെയ്യാനുണ്ട്. ആദ്യം നമുക്ക് കൺട്രാസ്റ്റ് സൂചിപ്പിക്കുന്ന ടു ഷോ ദ കൺട്രാസ്റ്റ്, ഈ കൺട്രാസ്റ്റ് സൂചിപ്പിക്കുന്ന ലിങ്കേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ ഓടിച്ചൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഇത് ആഴത്തിൽ പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് കഴിയുമ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഓക്കെ, ബേജാറാവേണ്ട ഒരു ആവശ്യവും സത്യത്തിൽ ഇല്ലാത്തൊരു വിഷയമാണ്. സിമ്പിൾ ആയിട്ടുള്ളൊരു വിഷയം. ഒറ്റ ക്ലാസ്സിൽ തന്നെ ഇത് തീരും. പറഞ്ഞ് അങ്ങ് പോകും കേട്ടോ. ലിങ്കേഴ്സ് ഫോർ കൺട്രാസ്റ്റ് ഐഡന്റിഫൈ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഐഡിയാസ്. രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, വൈരുദ്ധ്യം സൂചിപ്പിക്കാനുള്ളതാണ് ഏത്, കൺട്രാസ്റ്റ് വിഭാഗത്തിൽപ്പെടുന്ന ലിങ്കേഴ്സ്. ഓക്കെ, ലിങ്കേഴ്സ് പലതരമുണ്ട്. ഞാൻ ആദ്യം കൺട്രാസ്റ്റ് സൂചിപ്പിക്കുന്ന ലിങ്കേഴ്സാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ വേർഡാണ് ബട്ട് എന്ന് പറയുന്ന ലിങ്കേഴ്സ്. ഈ ലിങ്കേഴ്സ് തന്നെയാണ് എന്ത്, കണക്ടേഴ്സ്. ഓക്കെ, കണക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മൾ കൺജങ്ഷൻസ് ഇല്ലേ, കൺജങ്ഷൻസ് ഒക്കെ ലിങ്കേഴ്സിൽ വരുന്ന സംഗതികളാണ്. ഓക്കെ, അപ്പൊ ആദ്യത്തത് പക്ഷേ, ബട്ട്. ഇറ്റ് വാസ് എ സണ്ണി ഡേ, നല്ല വെയിലുള്ള ദിവസമായിരുന്നു. ബട്ട് പക്ഷേ ദ വിൻഡ് വാസ് കോൾഡ്. ബട്ട് വരുമ്പോൾ എപ്പോഴും ആദ്യം പറഞ്ഞതിന് വിരുദ്ധമായ ഒരു കാര്യമായിരിക്കും, വൈരുദ്ധ്യത്തെ ആയിരിക്കും സൂചിപ്പിക്കുക. ഓക്കെ, ഐ ലവ് ഡോഗ്സ് ബട്ട് ഐ ഹേറ്റ് കാറ്റ്സ്. എനിക്ക് ഡോഗിനെ ഇഷ്ടം, പക്ഷേ കാറ്റ്സിന് എനിക്കിഷ്ടമല്ല. മനസ്സിലായോ? കൺട്രാസ്റ്റ്, ഒന്നിന് വിരുദ്ധമായ മറ്റൊന്ന് പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, യെസ്. ഇനി അടുത്ത വേർഡ് ഏതാ നോക്കാം നമുക്ക്. ഹവർ. ഹവർ ഒന്നും അറിയാത്ത ആരും ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. ഉണ്ടാ ഹവർ? ഇല്ല. ഹവർ എന്ന് പറഞ്ഞാൽ എന്താ, എന്നാലും. ദ ഫിലിം റിസീവ്ഡ് ഗുഡ് റേറ്റിംഗ്സ്. സിനിമയ്ക്ക് നല്ല റേറ്റിംഗ്സ് കിട്ടി, പക്ഷെ ഹവർ ഇറ്റ് ഈസ് വെരി ലോങ്. പക്ഷെ ഭയങ്കര ലോങ് ആയിട്ടുള്ള സംഗതിയാണ്. അപ്പൊ ഈ പക്ഷേ എന്ന് പറയുന്നതിന് തുല്യമാണ് അല്ലേ, നമ്മൾ ബട്ട്, പക്ഷേ, എന്നാലും. സിറ്റുവേഷനിൽ രണ്ടിന്റെ അർത്ഥം ഒന്നു തന്നെയല്ലേ, ആണ്. അപ്പൊ ഹവർ എന്നാലും, ബട്ട് പക്ഷേ. ഷീ ലുക്സ് യങ്, അവൾ വളരെ യങ് ആണ്. ഹവർ എന്നാലും, ഷീ ഈസ് ആക്ച്വലി ഓവർ 40. അപ്പൊ ശരിക്കും എത്ര വയസ്സുണ്ട്, 40 വയസ്സുണ്ട്. ഓക്കെ, ജസ്റ്റ് എ മിനിറ്റ്. അവിടെ ലോക്ക് ചെയ്താൽ അവിടെ ലോക്ക് ചെയ്ത് നോക്ക്. ഓക്കെ, സോറി. ഓക്കെ, അപ്പൊ രണ്ട് വാക്കുകൾ പഠിച്ചു. ഏതൊക്കെ ആദ്യം രണ്ട് വാക്ക്, രണ്ട് ലിങ്കേഴ്സ് ഏതൊക്കെ ഇപ്പൊ പഠിച്ച? ബട്ട്, പക്ഷേ, എന്നാലും. ഹവർ അല്ലെ. രണ്ടിന്റെ ഉപയോഗം എന്താണെന്ന് മനസ്സിലായി, ജസ്റ്റ് മനസ്സിലാക്കിയാൽ ഇത് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഇനി ഓൺ ദി അതർ ഹാൻഡ്, നേരെ മറിച്ച് വേറെ പ്രയോഗമാണ് ഓൺ ദ വൺ ഹാൻഡ്. രണ്ടും ഒന്ന് തന്നെയാണ്. ഓൺ ദി അതർ ഹാൻഡ് ഓർ ഓൺ ദ വൺ ഹാൻഡ്. ഓൺ ദി അതർ ഹാൻഡ് അല്ലെങ്കിൽ ഓൺ വൺ ഹാൻഡ്. ഓൺ ദി അതർ ഹാൻഡ്, ഐ വാണ്ട് ടു ഗോ ടു ദ പാർട്ടി, എനിക്ക് പാർട്ടിക്ക് പോകണം. ബട്ട് ഓൺ ദി അതർ ഹാൻഡ്, അതേസമയം നേരെ മറിച്ച് ഐ വോണ്ട് ടു ബി സ്റ്റഡി, എനിക്ക് പഠിക്കും വേണം.
രാജു സ്ട്രിക്റ്റ്, രാജു വളരെ സ്ട്രിക്റ്റ്. ഓൺ ദ അതർ ഹാൻഡ്, അതേസമയം രമേശ് ഇസ് പുവർ, രമേശ് പാവമാണ്. നേരെ മറിച്ച് രമേശ് പാവമാണ്. അപ്പൊ നേരെ മറിച്ച് ഓൺ ദി അതർ ഹാൻഡ്, എന്നാലും, ഹവർ, പക്ഷേ, ബട്ട്. മേരി, Sir. പക്ഷേ, പക്ഷേ, But. എന്നാലും, However. നേരെ മറിച്ച്, On the other hand അല്ലെങ്കിൽ on the one hand. വെരി ഗുഡ്, താങ്ക് യു. ഇനി നമ്മൾ അതർവൈസ്. അതർവൈസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ, അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം, അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം. റിമൈൻഡ് ദം, അവരെ ഓർമ്മിപ്പിക്കൂ. ബിഫോർ ഹാൻഡ്, നേരത്തെ, നേരത്തെ തന്നെ അവരെ ഓർമ്മിപ്പിക്കൂ. അതർവൈസ്, അല്ലാത്ത പക്ഷം, ദേ മൈറ്റ് ലീവ് വിതൗട്ട് ടേക്കിംഗ് ദി ടിക്കറ്റ്സ്, അവർ ടിക്കറ്റ് എടുക്കാതെ പോയേക്കും. യു നീഡ് ടു ഫിനിഷ് യുവർ ഹോംവർക്ക്, നീ നിന്റെ ഹോംവർക്ക് പൂർത്തിയാക്കണം. അതർവൈസ്, അല്ലാത്ത പക്ഷം, യു വിൽ നോട്ട് മേക്ക് എ പാസിംഗ് ഗ്രേഡ്, നിനക്ക് പാസ്സാവാനുള്ള ഗ്രേഡ് കിട്ടില്ല. അടുത്ത വേർഡ് അൺലൈക്ക്. അൺലൈക്ക് എന്ന് പറഞ്ഞാൽ അതിന് വിരുദ്ധമായി, വിഭിന്നമായി, വ്യത്യാസപ്പെട്ട, വിഭിന്നമായി. അൺലൈക്ക് മീ, എന്നെ പോലെ അല്ലാതെ, എന്നിൽ നിന്ന് വ്യത്യാസമായി, വ്യത്യാസപ്പെട്ട, എന്നിൽ നിന്ന് വ്യത്യാസമായി. മൈ ഹസ്ബൻഡ് ലൈക്സ് ടു സ്റ്റേ ഇൻ ബെഡ്, ഹസ്ബൻഡിന് എപ്പോഴും കിടക്കുന്നതാണ് ഇഷ്ടം. ഓക്കെ. അൺലൈക്ക് ഹെർ ബ്രദർ, അവന്റെ ബ്രദറിൽ നിന്നും വ്യത്യാസമായി. സിനി ഈസ് വെരി ഇൻട്രോവേർട്ടഡ്, സിനി വളരെ ഇൻട്രോവേർട്ടഡ് ആണ്. ഓക്കെ, ഓക്കെ, യെസ്. ആതിര, നേരെ മറിച്ച്, On the one hand or on the other hands. ഓക്കെ. പക്ഷേ, But. എന്നാലും, However. അല്ലാത്ത പക്ഷം, Otherwise. വ്യത്യാസപ്പെട്ട, വ്യത്യാസമായി. Unlike. അൺലൈക്ക്. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കൺവേഴ്സിലി, നേരെ വിപരീതമായി, മറിച്ച്. നമ്മൾ നേരെ മറിച്ച്, ഓൺ ദി അതർ ഹാൻഡ് എന്ന് പറയില്ലേ, അതേപോലെ തന്നെയാണ് കൺവേഴ്സിലി. ദ ട്രിപ്പ് വാസ് ഇൻ ഓൾ ഗുഡ് ആൻഡ് കൺവേഴ്സിലി, ട്രിപ്പ് നല്ലതാണ്, എന്നാൽ അതിന് വിപരീതമായി ഇറ്റ് വാസ് ഇൻ ഓൾ ബാഡ്, അത്ര മോശമല്ല. വാസിൻ്റെ ഓൾ ഗുഡ്, അത്ര നല്ലതുമല്ല, യാത്ര അത്ര നന്നായില്ല, പക്ഷെ അത്ര മോശമല്ല. നേരെ മറിച്ച് മോശമല്ല, മറിച്ച് മോശമല്ല. ഓക്കെ, അപ്പൊ മറിച്ച്, അതാണ് കൺവേഴ്സിലി. നേരെ മറിച്ച്, ഓൺ ദി അതർ ഹാൻഡ്, മറിച്ച്, കൺവേഴ്സിലി. സം റോങ് ആൻസേഴ്സ് വിൽ മാർക്ക്ഡ് റൈറ്റ്, കുറച്ച് റോങ് ആൻസേഴ്സ് റൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. കൺവേഴ്സിലി മറിച്ച്, സം റൈറ്റ് ആൻസേഴ്സ് റോങ് ആയിട്ടും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അറ്റ് ദ സെയിം ടൈം, ഒരേ സമയം, അതേ സമയം, സോറി, അറ്റ് ദ സെയിം ടൈം എന്ന് പറഞ്ഞാൽ അതേ സമയം. ഷി വാസ് ലാഫിങ് ആൻഡ് ക്രൈങ് അറ്റ് ദ സെയിം ടൈം, ഒരേ സമയം രണ്ടും ചെയ്യാണ്, ചിരിക്കുകയാണ്, കരയും ചെയ്യാണ്. ഷി ഫെൽറ്റ് ഗിൽറ്റി ആൻഡ് ഡിപ്രസ്ഡ് അറ്റ് ദ സെയിം ടൈം, ഒരേ സമയം കുറ്റബോധം തോന്നുകയും ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുകയും ചെയ്യുകയാണ്, ഒരേ സമയം അറ്റ് ദ സെയിം ടൈം. ഓക്കെ, ഇനി അടുത്ത ശ്രദ്ധിക്കണേ. ഇതൊരു പഠിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോയാൽ, പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം. ഇൻസ്പൈറ്റ് ഓഫ്, അത് ഇൻസ്പൈറ്റ് ഓഫ് എന്ന് പറഞ്ഞ വേർഡും ഡെസ്പൈറ്റും ഒരേ റൂളാണ്, ഒരേ അർത്ഥമാണ്, ഒരേ റൂളാണ്. ഇൻസ്പൈറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ കണക്കിലെടുക്കാതെ, എന്നിട്ട് പോലും. ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് ഏജ്, അദ്ദേഹത്തിന്റെ പ്രായം കണക്കിലെടുക്കാതെ. ഹി സ്റ്റിൽ ലീഡ്സ് എൻ ആക്റ്റീവ് ലൈഫ്, അതായത് ആ പ്രായം അത്ര ഉണ്ടായിട്ട് പോലും മൂപ്പര് വളരെ ഹെൽത്തി ആയിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ലൈഫാണ് നയിക്കുന്നത്, ജീവിതമാണ് നയിക്കുന്നത്. ഷി ഈസ് ചിയർഫുൾ ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് ഇൽനെസ്, അവന് അസുഖമുണ്ട് എന്നിട്ടും അതിനെ കണക്കിലെടുക്കാതെ അവൾ വളരെയധികം സന്തോഷവതിയാണ്. ഇൻസ്പൈറ്റ് ഓഫ്. ഓക്കെ, ഇൻസ്പൈറ്റ് ഓഫ്. ഇത് വേറെ സ്ഥലത്ത് കൺജങ്ഷൻ്റെ ഭാഗത്ത് ഒന്നുകൂടെ വരും, അപ്പോൾ ഞാൻ റൂൾസുകൾ പറഞ്ഞുതരാം. ഇപ്പം ജസ്റ്റ് ഇതിന്റെ പ്രയോഗം എന്താണെന്ന് മനസ്സിലാക്കിയാൽ, അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയാൽ. ഇൻസ്പൈറ്റ് ഓഫ് കണക്കിലെടുക്കാതെ, ഡെസ്പൈറ്റ് കണക്കിലെടുക്കാതെ. ഷി കെപ്റ്റ് ഓൺ ആർഗ്യൂയിങ് ഡെസ്പൈറ്റ് ഹെർ മിസ്റ്റേക്ക്. ഇവിടെ ഡെസ്പൈറ്റ് ഉപയോഗിക്കാം. ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് ഏജ് എന്നില്ലേ, ഇൻസ്പൈറ്റ് ഓഫിന് പകരം ഇവിടെ ഡെസ്പൈറ്റ്, ഈ ഇൻസ്പൈറ്റ് ഓഫ് ഇത്രയും കളഞ്ഞിട്ട് ഡെസ്പൈറ്റ്. Despite his age, he still lives an active life. She is cheerful despite his illness.
ഡെസ്പൈറ്റിന്റെ കൂടെ ഓഫ് പാടില്ല കേട്ടോ. അത് പരീക്ഷയ്ക്ക് ചോദിക്കും, തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഓഫ് വേണ്ട. ഡെസ്പൈറ്റ് ഷീ കെപ്റ്റ് ഓൺ ആർഗ്യൂയിങ് ഡെസ്പൈറ്റ് ഹെർ മിസ്റ്റേക്ക്. തെറ്റ് പറ്റി എന്നിട്ട് അതും കണക്കിലെടുക്കാതെ അങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെസ്പൈറ്റ് ദ ബാഡ് വെതർ ആണ് വി എൻജോയ്ഡ് അവർസെൽഫ്, എന്നിട്ടും ഞങ്ങൾ എൻജോയ് ചെയ്തു. ഇനി ഈവൻ ദോ ഓൾ ദോ, എന്നിട്ടും. ഈവൻ ദോ ഓൾ ദോ, എന്നിട്ടും. He went to work even though he was unwell. He was never got any money even though his parents are rich. Quite rich. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വാക്ക്, എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്, ഈവൻ ദോ ഓൾ ദോ. അടുത്തത് സ്റ്റില് അല്ലെങ്കിൽ യെറ്റ് അല്ലെങ്കിൽ നെവർത്ത്ലെസ്. ഇതിൻ്റെ അർത്ഥം എന്നാലും, എന്നിട്ടും, എന്നിരുന്നാലും. എല്ലാവർക്കും അറിയുന്ന, ഞാൻ കുറേ സമയം കളയണ്ട ആവശ്യമില്ല. ദേ ആർ സ്റ്റിൽ പ്രസൻറ്റ്, അവരിപ്പോഴും പ്രസൻ്റ് ആണ്. ഐ ഹാവ് നോട്ട് റിസീവ്ഡ് ഇറ്റ്, എനിക്കത് ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഷി വാസ് വെരി ടയേർഡ്. നെവർത്ത്ലെസ്, എന്നാൽ, എന്നിരുന്നാലും. ഷി കെപ്റ്റ് ഓൺ വാക്കിംഗ്, മൂപ്പര് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. സ്റ്റിൽ യെറ്റ് നെവർത്ത്ലെസ്. നെവർത്ത്ലെസ് ഒന്ന് നോട്ട് ചെയ്തേ. ആരെങ്കിലും പുതിയ വാക്കായിട്ട് കേൾക്കുകയാണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യുക. പുതിയ വാക്കൊന്നല്ല, ശരിക്കും പഴയ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് നെവർത്ത്ലെസ്, എന്നിരുന്നാലും. ഓക്കെ. ഇനി ഈവൻ സോ ഹി ഹാഡ് ഹെഡേക്ക് ബട്ട് ഈവൻ സോ ഹി വെന്റ് ടു പിക്ക് ഹർ അപ്പ്. എങ്കിലും, ഈവൻ സോ. ഓക്കെ. The new mother is not perfect, even so it's much better than the old one. On the contrary, നേരെ മറിച്ച്. മറ്റൊരു പ്രയോഗം, നേരെ മറിച്ച്. On the contrary, he seems cheery, but on the contrary, നേരെ മറിച്ച്, he is sad. Fred was not late. On the contrary, he was 10 minutes early. In contrast, അപേക്ഷിച്ച്, വിരുദ്ധമായി. This bag is big. In contrast with that one. In contrast to her sister, she is very tall. കഴിഞ്ഞു. അതാണ് കോൺട്രാസ്റ്റ് കാണിക്കാനുള്ളത്. ഓക്കെ. നമുക്കതിലൂടെ ഒന്ന് കടന്നു പോകാം. ജസ്റ്റ് കോൺട്രാസ്റ്റ് കാണിക്കുന്ന ലിങ്കേഴ്സിലൂടെ. ആ മീനിങ് ഒന്നും പറയണ്ട, ജസ്റ്റ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ മതി. ആദ്യം ഒന്ന് വായിക്കാം, നമുക്ക് എല്ലാം ഒന്ന് വായിച്ചു പോവാം. ഒന്നൊരു വായിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ആതിര, കോൺട്രാസ്റ്റ് കാണിക്കുന്ന ആദ്യത്തെ ലിങ്കേഴ്സ് ഏതാ? ബട്ട്. പിന്നെ however, എന്നാലും. on the other hand or on the one hand, നേരെ മറിച്ച്. otherwise, അല്ലെങ്കിൽ, അല്ലാത്ത പക്ഷം. unlike, വ്യത്യാസപ്പെട്ട, വിഭിന്നമായ. conversely, നേരെ വിപരീതമായി, മറിച്ച്. at the same time, അതേ സമയം, ഒരേ സമയം. in spite of അല്ലെങ്കിൽ despite, എന്നിട്ട് പോലും അല്ലെങ്കിൽ കണക്കിലെടുക്കാതെ. even though, although, എന്നിട്ടും. still, yet, nevertheless, എന്നാലും, എന്നിട്ടും, എന്നിരുന്നാലും. even so, എങ്കിലും. on the contrary, നേരെ മറിച്ച്. in contrast, അപേക്ഷിച്ച്, വിരുദ്ധമായി. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കോസ് ആൻഡ് എഫക്റ്റിനെ കാണിക്കുന്ന ലിങ്കേഴ്സ് ആണ്. ഒന്ന് therefore ആണ്, അതുകൊണ്ട്, അതിനാൽ, അക്കാരണത്താൽ. therefore, I slept very late last night, therefore I missed the morning prayer. ഞാൻ കഴിഞ്ഞ ദിവസം വൈകി കിടന്നത് കൊണ്ട്, ഇല്ല അതുകൊണ്ട്, therefore. എന്നാൽ അതേസമയം സോ എന്ന് പറയുന്നൊരു വേർഡ് ഉണ്ട്. സോ അതിൻ്റെ അർത്ഥം അതുകൊണ്ട് തന്നെയാണ്. ഐ മിസ്ഡ് ദ ലാസ്റ്റ് ട്രെയിൻ, സോ ഐ ഹാഡ് ടു വാക്ക് ഓൾ ദ വേ ഹോം. അതുകൊണ്ട് എനിക്ക് വീട്ടിലേക്ക് മുഴുവൻ നടക്കേണ്ടതായിട്ട് വന്നു. ബിക്കോസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട്, നമ്മൾ പറഞ്ഞ സോ പോലെ തന്നെയുള്ള മറ്റൊരു വേർഡാണ്. അല്ലെങ്കിൽ ആകയാൽ. ദി സൂട്ട് കേസ് വോൺ ലോക്ക് ബിക്കോസ് ഇറ്റ് ഇസ് ടു ഫുൾ. വളരെ ഫുള്ളായതുകൊണ്ട് ഈ സൂട്ട് കേസ് പൂട്ടാൻ പറ്റുന്നില്ല, ലോക്കാക്കാൻ പറ്റുന്നില്ല. ഹി ക്രൈഡ്, അദ്ദേഹം കരഞ്ഞു. ബിക്കോസ് ഹി ഹാഡ് ഹേർട്ട് ഹിസ് നീ, കാലിന് മുറിവ് പറ്റിയതുകൊണ്ട്. ദസ് എന്ന് പറയുന്നൊരു വേർഡ് ഉണ്ട്, അതുകൊണ്ട്. ഹി സോൾഡ് ഹിസ് ഫാം ആൻഡ് ദസ് ഹി ഹാഡ് ഇനഫ് മണി ഫോർ ഹിസ് ജേർണി. ഹി ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്, അത് സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. ദസ്, അതുകൊണ്ട് തന്നെ വി മസ്റ്റ് പ്രിപ്പയർ എ ന്യൂ പ്രപ്പോസൽ, ഒരു പുതിയ പ്രപ്പോസൽ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ദസ്, അതുകൊണ്ട്. ഇനി അതുകൊണ്ട് എന്നുള്ളതിന് ഉപയോഗിക്കുന്ന വേറെ വേർഡാണ് ഹെൻസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹെൻസ് ഒക്കെ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് അല്ലേ.
ഹെൻസ് അതുകൊണ്ട് ഹി ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്, അവൻ സാറ്റിസ്ഫൈഡ് അല്ല, ഹെൻസ് അതുകൊണ്ട് വി മസ്റ്റ് പ്രിപ്പയർ എ ന്യൂ പ്രപ്പോസൽ, നമുക്ക് എന്ത് ചെയ്യണം, ഒരു പ്രപ്പോസൽ കണ്ടുപിടിക്കണം. ഡ്യൂ ടു അക്കാരണത്താൽ, ഡ്യൂ ടു ഇതൊന്നും അറിയാത്ത ആരുണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല, വെറുതെ വായിച്ചു പോകേണ്ട കേസേ ഉള്ളൂ അല്ലേ. ദ മാച്ച് ഗോട്ട് ക്യാൻസൽഡ് ഡ്യൂ ടു ദ ഹെവി റെയിൻ, മഴ കാരണത്താൽ മാച്ച് മാറ്റിവെക്കേണ്ടി വന്നു. ആസ് എ റിസൾട്ട്, അക്കാരണത്താൽ അതിന്റെ ഫലമായി, ആസ് എ റിസൾട്ട് ഓഫ് ദ ഹെവി റെയിൻ ദ മാച്ച് ഗോട്ട് ക്യാൻസൽഡ്. കോൺസിക്വൻലി തൽഫലമായി, ഐ ഗോട്ട് സ്റ്റക്ക് ഇൻ ദ ട്രാഫിക്, ഞാൻ ട്രാഫിക്കിൽ സ്റ്റക്കായി പോയി, അതിന്റെ ഭാഗമായി കോൺസിക്വൻലി ഐ മിസ്ഡ് ദ ഫ്ലൈറ്റ്, എനിക്ക് ഫ്ലൈറ്റ് മിസ്സായി പോയി. സിൻസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട്, അതിനാൽ. സിൻസ് മൈ മദർ വാസ് സിക്ക്, എൻ്റെ അമ്മ സിക്കായതിനാൽ, രോഗബാധിതയായതിനാൽ എനിക്ക് പോകാൻ പറ്റിയില്ല. ഓൺ അക്കൗണ്ട് ഓഫ് അതുകൊണ്ട്, അത് കാരണത്താൽ. ബോത്ത് ദ സിബ്ലിങ്സ് were mentally unstable on account of their disturbed childhood. The old worker retired on account of the age. കഴിഞ്ഞു. അപ്പോൾ ഇത്രയാണ് നമുക്ക് റീസൺ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലിങ്കേഴ്സ്, അല്ലെങ്കിൽ എഫക്റ്റ്, കോസ് ആൻഡ് എഫക്റ്റ് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലിങ്കേഴ്സ്. സോ മേരി ഒന്ന് പെട്ടെന്ന് വായിച്ചു പോവാ, വാക്കും അതിന്റെ മീനിങ് ഒന്ന് പറഞ്ഞ, ഏതൊക്കെയാണ് കോസ് ആൻഡ് എഫക്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ലിങ്കേഴ്സ്? therefore അതുകൊണ്ട്, അതിനാൽ, അക്കാരണത്താൽ. so അതുകൊണ്ട്, because അതുകൊണ്ട്, ആകയാൽ, thus അതുകൊണ്ട്, hence അതുകൊണ്ട്, due to അക്കാരണത്താൽ, as a result അക്കാരണത്താൽ അല്ലെങ്കിൽ അതിന്റെ ഫലമായി, consequently തൽഫലമായി, since അതുകൊണ്ട് അല്ലെങ്കിൽ അതിനാൽ, on account of അതുകൊണ്ട് അല്ലെങ്കിൽ അത് കാരണത്താൽ. ഓക്കെ, ഇനി നമുക്ക് കമ്പാരിസന് വേണ്ടി ഉപയോഗിക്കുന്ന ലിങ്കേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതൊന്ന് വേഗം നോക്കാം. ഒന്ന് സിമിലർലി, അതുപോലെ, ഒരുപോലെ. സിമിലർലി, വേജസ് ഹാവ് ഇൻക്രീസ്ഡ്, ശമ്പളം കൂടി. സിമിലർലി, അതേപോലെ തന്നെ ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഹാസ് ഇംപ്രൂവ്ഡ്, ജീവിത നിലവാരവും ഇംപ്രൂവ് ആയി, കൂടി. ലൈക്ക് വൈസ്, ഒരുപോലെ, അതുപോലെ. ലൈക്ക് വൈസ് ദ ഫുഡ് വാസ് എക്സലന്റ്, ഫുഡ് വളരെ നല്ലതായിരുന്നു. ലൈക്ക് വൈസ് അതുപോലെ വൈനും, ദ വൈൻ. വേറാസ് എന്നാൽ, അതേസമയം. ഹി മസ്റ്റ് ബി അബൌട്ട് 60, വേറാസ് അതേസമയം. ഹിസ് വൈഫ് ലുക്സ് അബൌട്ട് 30, അതേസമയം എന്നാൽ, അല്ലേ, വേറാസ്. ഇൻ ദ സെയിം വേ, അതേപോലെ തന്നെ. Adverbs describe the verbs in the same way that adjectives describe nouns. Make the drink worth boiling water in the same way as tea. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ആതിര സ്റ്റേജിൽ വരാൻ താല്പര്യമുള്ള സ്റ്റേജിൽ കയറി വരണേ. ആതിര, കമ്പാരിസനെ സൂചിപ്പിക്കുന്ന എല്ലാ ലിങ്കേഴ്സും ഒന്ന് പെട്ടെന്ന് പറഞ്ഞ അതിന്റെ മീനിങ്. ആതിര, സ്റ്റേജിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് വരട്ടോ. ഒന്ന് സിമിലർലി, അതുപോലെ, ഒരുപോലെ, ഒരുപോലെ. ലൈക്ക് വൈസ്, അതുപോലെ, ഒരുപോലെ. വേറാസ് അതേസമയം, എന്നാൽ. ഇൻ ദ സെയിം വേ, അതേപോലെ തന്നെ. അത്രേ ഉള്ളൂ അല്ലേ? ഒക്കെ നോട്ട് ചെയ്ത് വെച്ചല്ലോ അല്ലേ? യെസ്. ഇനി നമുക്ക് അടുത്തത് ടു ഷോ ടൈം, സമയം സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലിങ്കേഴ്സ് ആണ്. അറ്റ് വൺസ്, ഉടൻ. അൺലെസ് യു ഗോട്ട് അറ്റ് വൺസ് യു വിൽ ബി ലേറ്റ്. ഐ ഫെൽ അസ്ലീപ് അറ്റ് വൺസ്. ഇമ്മീഡിയറ്റ്ലി, ഉടനെ, പെട്ടെന്ന്. ദ ബെൽ റാങ് ആൻഡ് ദ സ്റ്റുഡൻസ് ലെഫ്റ്റ് ഇമ്മീഡിയറ്റ്ലി. വി റിയലി ought to leave immediately. Meanwhile or in the meanwhile, in the meantime, അതിനിടയ്ക്ക്. Meanwhile or in the meantime. Mother went shopping. Meanwhile, I cleared the house. The pizza will be ready in 10 minutes. Great. Meanwhile, let's set the table. അല്ലേ? അതിനിടയ്ക്ക്, ഇടയിൽ. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അറ്റ് ദ സെയിം ടൈം, അതേസമയം തന്നെ. He teaches music and composes at the same time. I can't understand what you are saying if you all talk at the same time. In the end, അവസാനം. In the end, I saw that she was right. Okay. ഇവിടെ
At the end is commonly used as a prepositional phrase that refers to a specific time of location. At the end എന്ന് പറയുന്ന ഒരു പ്രൊപ്പോഷണൽ ഫ്രേസ് ആണ്, ഒരു PP ആണ്. His house is located at the end of the street. എന്നാൽ ഈ അറ്റിന് പകരം ഇന്നും ഉപയോഗിക്കാറുണ്ട്. ഇത് പരീക്ഷയ്ക്ക് വേറെ റൂട്ട് വരും, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അറ്റ് ദ എൻഡ്, ഇൻ ദ എൻഡ്. ഇൻ ദ എൻഡ് ഈസ് എ ഫ്രേസ് ദാറ്റ് ഇസ് സിനോണിംസ് ടു ഇൻ കൺക്ലൂഷൻ, അൾട്ടിമേറ്റ്ലി. അതായത് ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ ഞാൻ പറയണം അതിൻ്റെ ഇടയിൽ ഇൻ ദ എൻഡ്. അല്ലാതെ ഒരു വസ്തുവിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അറ്റ് ദ എൻഡ്. ഇൻ ദ എൻഡ് ഐ ഡിസൈഡഡ് ഓൺ ദ ബൊക്കെ ഓഫ് tulips. I decided on the bouquet of tulips. അല്ലേ? അപ്പം ഇവിടെ ആദ്യം പറഞ്ഞത് അറ്റ് ദ എൻഡ് ആണ്. അത് ലൊക്കേഷനെ കുറിച്ചൊക്കെ പറയുമ്പോഴാണ് അറ്റ് ദ എൻഡ് പറയാം. ഇൻ ദ എൻഡ് എന്ന് പറയുന്നത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അവസാനം എന്ന അർത്ഥത്തിൽ അമൂർത്തമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴാണ്. വെൻ, ആ സമയം, അപ്പോൾ. അതെപ്പോഴാ? നടുക്കിൽ കൺജങ്ഷനായിട്ട് ഉപയോഗിക്കുമ്പോൾ. ഐ വെന്റ് ദേ, ഞാൻ അവിടെ പോയി. വെൻ ഐ വാസ് എ ചൈൽഡ്, ഞാൻ ചൈൽഡ് ആയിരുന്ന സമയത്ത്, കുട്ടിയായിരുന്ന സമയത്ത്. ഓക്കെ. വെന്ന് പോലെ തന്നെ ആസ് സൂൺ ആസ്, ഉടൻ തന്നെ, അപ്പോൾ തന്നെ. വിൽ കം ആസ് സൂൺ ആസ് വി ക്യാൻ, കോൾ ആസ് സൂൺ ആസ് യു ഗെറ്റ് ദേ. നീ അവിടെ എത്തിയ ഉടനെ തന്നെ, ഉടൻ തന്നെ എന്ത് ചെയ്യണം? വിളിക്കണം. അപ്പോൾ ഉടൻ തന്നെ, ആസ് സൂൺ ആസ്. ദെൻ എന്ന് പറഞ്ഞ അപ്പോൾ, വെന്ന് പോലെ ദെൻ. ഓക്കെ. ആസ് എന്ന് പറഞ്ഞാൽ ആ സമയം, അപ്പോൾ. ആസ് ഷീ ഗ്രൂ ഓൾഡർ ഷീ ഗെയിൻഡ് ഇൻ ദ കോൺഫിഡൻസ്, വളരും തോറും കോൺഫിഡൻസ് കൂടുതൽ ആർജിച്ചു. ഇവിടെ ശ്രദ്ധിക്കണം, ഈ ആസിന് പകരം നമുക്ക് വെൻ വെച്ചാലോ? വെൻ ഷീ ഗ്രൂ ഓൾഡർ. ശരിയാണ്. അപ്പൊ വെന്നിന്റെ അതേ അർത്ഥത്തിൽ ആസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. ബിഫോർ എന്ന് പറഞ്ഞാൽ മുമ്പിലാണ്, മുമ്പ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്കിതൊന്ന് പറഞ്ഞു നോക്കാം. ആതിര. നമ്മളിപ്പോ ഇത് കഴിഞ്ഞു, ഈ ടോപ്പിക് കഴിഞ്ഞു. നാലാമതായിട്ട് 4 ടൈപ്പ് ഓഫ് ലിങ്കേഴ്സ് ആണ് ഉള്ളത്. ആദ്യത്തെ ടൈപ്പ് എന്തിനെ സൂചിപ്പിക്കുന്നതായിരുന്നു? ആദ്യത്തെ ടൈപ്പ് കോൺട്രാസ്റ്റ്, ഷോ കോൺട്രാസ്റ്റ്. കോൺട്രാസ്റ്റ് അല്ലേ? തീവ്രത. രണ്ടാമത് പഠിച്ചതോ? രണ്ടാമത് പഠിച്ചത് കോസ് ആൻഡ് എഫക്റ്റ്. കോസ് ആൻഡ് എഫക്റ്റ്. മൂന്നാമതോ? കമ്പാരിസൺ. കമ്പാരിസൺസ്. നാലാമത്തത് ടൈമിനെ സൂചിപ്പിക്കാൻ അല്ലേ? അത് ഏതൊക്കെയായിരുന്നു ടൈമിനെ സൂചിപ്പിക്കുന്നത്? അറ്റ് വൺസ്, ഉടൻ. അറ്റ് വൺസ്, ഉടൻ. അടുത്തത് ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന്. ഉടൻ, പെട്ടെന്ന്. യെസ്. മീൻ വൈൽ. അടുത്തത് മീൻവൈൽ, ഇൻ ദ മീൻവൈൽ ഓർ ഇൻ ദ മീൻ ടൈം. യെസ്. അതിന്റെ അർത്ഥം അതിനിടയ്ക്ക്, ഇടയ്ക്കൊക്കെ. ഗുഡ്. അറ്റ് ദ സെയിം ടൈം. അടുത്തത് അറ്റ് ദ സെയിം ടൈം, അതേ സമയം തന്നെ. ഓക്കെ. ഇൻ ദ എൻഡ്, അവസാനം. ഓക്കെ. അറ്റ് ദ എൻഡ്, ഇൻ ദ എൻഡ് തമ്മിലുള്ള ഡിഫറൻസ് എന്താ? അറ്റ് ദ എൻഡ് നമ്മൾ ഉപയോഗിക്കുന്ന ലൊക്കേഷനെ കുറിച്ചൊക്കെ പറയാനാണ്. ഇൻ ദ എൻഡ് നമ്മൾ അമൂർത്തമായ കാര്യങ്ങൾ പറയാൻ വേണ്ടി, അമൂർത്തമായിട്ടുള്ള ആശയങ്ങൾ പറയുമ്പോ അല്ലേ? ഓക്കെ. അടുത്തത് വെൻ, ആ സമയം, അപ്പോൾ. ഓക്കെ. ആസ് സൂൺ ആസ്. ആസ് സൂൺ ആസ്, ഉടൻ തന്നെ. ഉടൻ തന്നെ അല്ലേ? അപ്പോൾ തന്നെ. ദെൻ, അപ്പോൾ. ഓക്കെ. ആസ്, ആ സമയം, അപ്പോൾ. അടുത്തത് ലാസ്റ്റ് ബിഫോർ, മുമ്പ്. ഓക്കെ. ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടോ എന്ന് അറിയാൻ നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. സോ മേരി, സ്റ്റേജിലേക്ക് ആർക്കും വരണമെങ്കിൽ വന്നോളൂ കേട്ടോ. ഞാൻ അവിടെ വന്ന 2 പേരെ മേരിനോടും ആര്യനോടും ചോദ്യം ചോദിക്കുകയാണ്. എല്ലാവർക്കും വെൽക്കം. സ്റ്റേജിലേക്ക് റിക്വസ്റ്റ് കൊടുത്താൽ മതി. ഓക്കെ. അപ്പൊ മേരി, ഈ ചോദ്യം വായിച്ചിട്ട് എന്റെ ഉത്തരം എന്ന് പറഞ്ഞേ. Sir, you may delay dash time will not as soon as. You may delay, നീ വൈകും അല്ലെ? വൈകിയേക്കും. അപ്പൊ ബട്ട് ടൈം വിൽ നോട്ട് എന്ന് പറഞ്ഞാൽ ശരിയല്ല. ഇഫ് ടൈം വിൽ നോട്ട് ശരിയല്ല. As soon as. You may delay as soon as time will not. ടൈം വിൽ നോട്ട് അല്ലെ? പിന്നെ ഇൻസ്പൈറ്റ് ഓഫ് എന്ന് പറയുമ്പോൾ അവിടെ ഇൻസ്പൈറ്റ് ഓഫ് സൂട്ട് ആവില്ല അല്ലേ? Sir. ആസുനാസ് അവിടെ ചേരില്ലല്ലോ. മീനിങ് ചേരില്ല.
ശരിയോ? ഉടൻ ആസ് സൂൺ തന്നെ. ആസ് ഉടനെ തന്നെയല്ല. എന്താ യു മേ ഡിലേ, നീ വൈകും, ആ. സമയം വൈകൂല. In In spite of. spite of. ഏ In spite. But ആണ്. ഇവിടെ കുറച്ചുകൂടെ സൂട്ട് ആവുന്ന ബട്ടാണ് അല്ലേ? ആ. ഓക്കെ, ഞാൻ ഇതിന്റെ ആൻസർ ഞാൻ ക്രോസ് ചെക്ക് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഡൗട്ട് വന്നു അതുകൊണ്ട് കേട്ടോ. അവിടെ Okay. ബട്ടാണ് ഇവിടെ പറഞ്ഞതിന്റെ വിരുദ്ധമായ ഒരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ. ആ. മേ ഇവിടെ നോട്ട് അല്ലേ? അപ്പോ ബട്ടാണ് വേണ്ടത്. നോക്കാം. അടുത്ത ചോദ്യം പറ. The ആൻസർ. plane came down safely. Dashed the mist. ആ, നല്ല മിസ്റ്റ് ഉണ്ട് അല്ലേ? ആ. എന്നിട്ടോ Came safe. Like plane safe ആയിട്ട് ലാൻഡ് ചെയ്തു. ലാൻഡ് ചെയ്തു. എന്ത് കണക്കിലെടുക്കാതെ? മിസ്റ്റിനൊന്നും കാര്യമാക്കാതെ. ആ. അപ്പൊ ഏതാ? Nevertheless. In spite of the mist. The plane came down safely in spite of the mist. അതല്ലേ അവിടെ കറക്റ്റ്? ആ സർ. മിസ്റ്റ് ഉണ്ടായിരുന്നു, എന്നിട്ടും അതിനെ അതുപോലും കണക്കിലെടുക്കാതെ പ്ലെയിൻ സേഫ് ആയിട്ട്. ഓക്കെ, പ്ലെയിൻ അവിടെ ലാൻഡ് ചെയ്തു. അപ്പൊ ശ്രദ്ധിക്കണം, ഇത് തുടക്കത്തിൽ തെറ്റുകൾ വരും. ഇത് ഒന്ന് എക്സ്പെർട്ട് ആവാനുണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട്. അടുത്ത ഒന്ന് വായിച്ചിട്ട് ആൻസർ ഇടാ. You can add the fluid to the powder or dash the powder to the fluid. Conversely. അതായത് യു ക്യാൻ ആഡ് ദ ഫ്ലൂയിഡ് പൗഡറിൽ ഇതാക്കാം, അല്ലെങ്കിൽ തിരിച്ചും ചെയ്യാമെന്നാ പറഞ്ഞത് അല്ലേ? നേരെ മറിച്ച്. Conversely. അങ്ങനെ ചെയ്യാം. അപ്പൊ കൺവേഴ്സ്ലി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെ കുറച്ചൊരു ആലോചിക്കണം സംശയം വന്നാൽ, എന്നിട്ട് വേണം ആൻസർ ചെയ്യാൻ. തിരക്കിട്ടൊന്നും തെറ്റിക്കരുത്. ആതിര, അടുത്ത ആതിര പറ. Dash the bad weather. We enjoyed ourselves. ഏതാ ആൻസർ? കാലാവസ്ഥ മോശമായിരുന്നു, എന്നിട്ടോ ഞങ്ങള് എൻജോയ് ചെയ്തു എന്നുള്ളത്. എന്നിരുന്നാലും അല്ല, ഡെസ്പൈറ്റ് വരും. ഇൻസ്പൈറ്റ് ഓഫ് ഇല്ലാത്തത് കൊണ്ട്. വെരി ഗുഡ്. ഇൻസ്പൈറ്റ് ഓഫ് ഇല്ലാത്തത് കൊണ്ട്, ഓഫും കൂടെ വേണം, അങ്ങനെയാണല്ലോ അത് ശരിയാവുള്ളൂ. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ഇവിടെ ശരി അല്ലേ ലിൻസി? ഓക്കെ, അടുത്ത ചോദ്യത്തിന് ഉത്തരം. My car broke down and dash I was late. കാർ കേടായി. അതുകൊണ്ട് എന്താ സംഭവിച്ചേ? അതിന്റെ അനന്തരഫലമായിട്ട് ലേറ്റ് ആയി. കോൺസിക്വന്റ്ലി എന്ന് വരും. കോൺസിക്വന്റ്ലി ലേറ്റ് ആയി. Diamond mining is a highly profitable industry. Dash, there are certain risks involved. എന്നിരുന്നാലും എന്നുള്ള രീതിയിൽ തന്നെ however വരും. However, good. You have to call him. You have to call him. You have to call him. അവിടെ ഏതാ സൂട്ടാവാ? You have to call him. വെന്റ് വരില്ലല്ലോ. വെന്നാവുമ്പോ എപ്പോൾ എന്നുള്ള രീതിയിലല്ലേ? അപ്പൊ ഒരു ക്വസ്റ്റ്യൻ പോലെ വരില്ലേ? അറ്റത്ത് വരില്ലല്ലോ. ഇല്ല, വരില്ല. സിൻസ് അറ്റത്ത് വരില്ലല്ലോ. ഓർ അറ്റത്ത് വരില്ലല്ലോ. അറ്റ് വൺസ്. ഉടൻ തന്നെ. യു ഹാവ് ടു കോൾ ഹിം. നീ അവനെ വിളിക്കണം. എപ്പോ? ഉടൻ തന്നെ. ഇനി മേരിനോട് അടുത്ത ചോദ്യം. മേരി, എട്ടാമത്തെ ചോദ്യം വായിച്ചു ഉത്തരം പറഞ്ഞേ. Please report to the office immediately. ഗുഡ്. പെട്ടെന്ന് തന്നെ അല്ലേ? അടുത്തത്. The show will make you laugh and cry at the same time. ഒരേ സമയം. Yes. All will turn out well. All will turn out well at the end.
അറ്റ് ദ എൻഡ് ആണോ അത് ലൊക്കേഷൻ പറയുമ്പോഴല്ലേ? At the end. In the end. ഇൻ ദ എൻഡ് ആണ് കേട്ടോ ഇങ്ങനത്തെ കാര്യത്തിൽ. Sorry. In the end. ഗുഡ്. അടുത്തത്. She was only 20 dash she had her first baby. She was only 20 when she had her first baby. ആ കാലഘട്ടത്തെ ആ സമയത്തെ സൂചിപ്പിക്കുന്നു. When she had her first baby അല്ലേ? Her first baby. ഇങ്ങനെയാണ് ഇത് എക്സാമിന് ചോദിക്കുക. ആതിര. Sir. I came dash I heard the news. Unless I heard the news ആണ്. അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു നോക്കിയാ അപ്പൊ കറക്റ്റ് കിട്ടൂലേ? I came dash I heard. ഞാൻ വന്നു എപ്പോ? ഉടൻ തന്നെ. വാർത്ത കേട്ട ഉടൻ തന്നെ. As soon as. എന്താ പിന്നെ സംശയം? അടുത്തത്. When war begins dash hell opponent. When war begins യുദ്ധം തുടങ്ങിയപ്പോ തന്നെ ഇതൊരു പഴഞ്ചൊല്ലാണ് സംഭവം. ഒരു പ്രോവർബാണ്. ഒന്ന് ട്രൈ ചെയ്തേ പറയാൻ. കമന്റ് ഇടുന്നവർക്ക് എന്താ പറയാനുള്ളത്? ലിൻസി ഓപ്ഷൻ എ ആണ് പറഞ്ഞിട്ടുള്ളത്. ആണ് വരിക കേട്ടോ. ഇതൊന്ന് കാണാതെ പഠിച്ചു വെച്ചാൽ മതി. വെൻ വാർ ബിഗിൻസ് ദെൻ ഹെൽ ഓപ്പൺസ്. ഓക്കെ, യുദ്ധം തുടങ്ങുന്നിടത്ത് യുദ്ധം ആരംഭിക്കുന്നിടത്ത് നരകം തുറക്കപ്പെടുന്നു എന്നാണ് കേട്ടോ. ഓക്കെ, കഴിഞ്ഞു. അപ്പൊ ഇത്രയും ചോദ്യമേ ഉള്ളൂ. ഇത്ര മതി. ഇതൊരു ചെറിയ ടോപ്പിക്. നിങ്ങൾ ബേജാറാവണ്ട. ഇവിടുന്ന് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരി കിട്ടും കേട്ടോ, മാർക്ക് കിട്ടും. സിമ്പിൾ ആണ്. ഞാൻ ഈ പറഞ്ഞ അത്രയും ടഫ്നെസ് ചോദ്യം വരുമ്പോ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഈ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മറ്റു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ദിവസം കൊണ്ട് കാണാം. എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ